വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ ഡിവൈഎഫ്ഐ കെഎസ്ഇബി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. മുന്നറിയിപ്പുകളില്ലാതെ അന്യായമായ രീതിയിൽ നടക്കുന്ന വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ ഡിവൈഎഫ്ഐ കെഎസ്ഇബി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ പൊന്നാനി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഴുപത്തിരുത്തി വൈദ്യുതി ഭവനിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള അധികൃതരുടെ ഓഫീസിലെത്തി സമരക്കാർ പ്രതിഷേധം അറിയിച്ചു. മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി നിയന്ത്രണം നടത്തുന്നത് പരിഹാരം കാണണമെന്നും തുടർ നടപടികളുടെ ഭാഗമായി മേലധികാരികൾക്ക് രേഖാമൂലം റിപ്പോർട്ട് നൽകാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. നിരന്തരമായി ഒരു മുന്നറിയിപ്പുമില്ലാതെ ഈ പ്രദേശത്ത് പവർ കട്ട് എന്ന പേരിൽ അനാവശ്യമായിട്ട് വൈദ്യുതി കട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അരമണിക്കൂറും ഒരു മണിക്കൂറും വിട്ട് 2 മണിക്കൂറിലധികം രാത്രിയിലധികം പല സമയങ്ങളിലായിട്ട് കട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധത്തിനാണ് ഡിവൈഎഫ്ഐയുടെ പൊന്നാനി ബ്ലോക്ക് കമ്മിറ്റി ഇന്ന് ഇവിടെ നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇതൊരു സൂചനാ സമരമായിട്ടാണ് ഇന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിക്കുകയും ഇതിൻ്റെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് ഭാരവാഹികൾ സംസാരിക്കുകയും ബ്ലോക്ക് ഭാരവാഹികൾക്ക് ഇനിയുള്ള സമയങ്ങളിൽ ഇത്തരത്തിൽ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരാൽ കഴിയാവുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ന് ഈ സമരം ഇവിടെ താൽക്കാലികമായിട്ടെങ്കിലും അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഈ 2 മാസക്കാലമായിട്ട് അധികാരത്തിലേറിയിട്ടുള്ള ഗവൺമെൻറ് ഈ KSEB പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSEB സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ കേരളത്തിലാകമാനം ഇത്തരത്തിലുള്ള ഒരു പവർ കട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്രിമമായിട്ടുള്ള ഒരു പവർ കട്ടാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ 10 വർഷം ഇവിടെ ഒരു സർക്കാർ ഭരിച്ചിരുന്നു. ആ 10 വർഷം ഭരിച്ചിരുന്ന സർക്കാർ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഒരു തരത്തിലുള്ള പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ മഴക്കാലം അല്ലെങ്കിൽ വെള്ളം കുറവാകുമ്പോൾ ഡാമുകളിൽ വെള്ളം കുറവാകുമ്പോൾ നമ്മൾ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങി സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഇന്ദിരാ കട്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. VM റാഫി, ഷർജിത്ത്, KV സനോജ്, ബദൂദ്, ഷിജുലേഷ്, KC അജയ്, നൌഫീഖ്, അമീർ, ഇൻഷു മേലറയിൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി.